രക്ഷാപ്രവർത്തനത്തിലെ വലിയ വെല്ലുവിളി അത് തന്നെയാണല്ലോ. ഏതു നേരവും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും പാറമടയുള്ളത്. ഇന്നലെ സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടറോട് സംസാരിക്കുമ്പോൾ തത്സമയം അത് നമ്മൾ കണ്ടതാണ്. പാറമട ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ദുഷ്കരമാക്കുന്നത്. ഒരു തൊഴിലാളിയുടെ ജീവനെ കൂടി ആശങ്കയിലാണ്. കാരണം മണ്ണിനടിയിൽപ്പെട്ടിരിക്കുകയാണ്, വലിയ പാറക്കല്ലുകൾക്കിടയിൽ പെട്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നലെ ഈ സമയം ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടാകും. 3 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നത്. ഈ അപകടമുണ്ടായി ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ അവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നേരം ഈ കൂറ്റൻ പാറക്കല്ല് താഴേക്ക് അടർന്നു വീഴുന്ന ഒരിതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അത് വലിയൊരു ഹിറ്റാച്ചി, അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ദൃശ്യമായെന്ന രീതിയിലുള്ളൂ. അതിൻ്റെ അർത്ഥം ആ ഹിറ്റാച്ചി മുഴുവൻ ഈ പാറക്കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അതിൻ്റെ മുകൾ തട്ട് താഴെ ഒരു 10 അടി 15 അടി താഴേക്ക് വരുമ്പോൾ ഒരു വഴിയുണ്ട്. ആ വഴിയും ഈ വലിയ പാറക്കല്ല് കൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. കൂറ്റൻ പാറക്കല്ല് കൊണ്ട് അതൊക്കെ നീക്കം ചെയ്ത ശേഷം മാത്രമേ ഈ ഹിറ്റാച്ചി ഇപ്പോൾ ഉള്ള ആ സ്ഥലത്തേക്ക് ഫയർഫോഴ്സിനും NDRFിനൊക്കെ സംഘത്തിന് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അവിടെ അത് നീക്കം ചെയ്യുന്നതിലും വലിയ ഒരു അപകട സാധ്യതയുണ്ട്. കാരണം ആ നീക്കം ഇന്നലെ ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വലിയ കൂറ്റൻ പാറക്കല്ലുകൾ വീണ്ടും അടർന്നു വീണത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ജീവന് പോലും ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെയും ആദ്യഘട്ടത്തിൽ ഈ അപകട വിവരം അറിഞ്ഞുടൻ തന്നെ എത്തിയ ഫയർഫോഴ്സിന് ഇതിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത്. മാത്രം കൂറ്റൻ കല്ലുകൾ അടർന്നു വീഴുന്നതിനോടൊപ്പം തന്നെ അത്തരം വഴി നിറയെ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത തരത്തിൽ വലിയ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സങ്കീർണതയുമുണ്ടെന്ന്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ തടസ്സം നേരിട്ടിരുന്നത്. വൈകി എന്ന വാക്ക് ശരിയല്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് മനുഷ്യസാധ്യമായതും അവരുടെ കൈവശമുള്ള ഉപകരണങ്ങൾ കൊണ്ടും പ്രവർത്തിക്കാൻ ഇതിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും ഇന്നലെ അവർ പറഞ്ഞത് തലനാരിഴയ്ക്കാണ് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും ഫയർഫോഴ്സ് എത്തി അവർ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയും അതിന് അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും സ്വാഭാവികമായി കൃത്യമായി തന്നെ ഒരു നടപടികളുമായി മുമ്പോട്ട് പോകും. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 7 മണിക്ക് മുമ്പായി തന്നെ നമ്മൾ അതിൻ്റെ അവസാന യൂണിറ്റ് പോകുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് പോകുന്നതാണ്. 7 മണിക്ക് മുമ്പ് തന്നെ അഗ്നിരക്ഷാ ശമന സേനയുടെ ആളുകൾ എത്തുകയും അവിടെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തിയ ശേഷമായിരിക്കാം ഇതിൻ്റെ അകത്തൊരു കൃത്യമായ നിഗമനം ഏത് തരത്തിൽ വേണം ഈ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് നടത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പാറമടയുടെ പ്രവർത്തനത്തെപ്പറ്റി വലിയ ആക്ഷേപമാണ് വരുന്നത്. ചില ആളുകൾ സൂചിപ്പിക്കുന്നത് ഈ ക്വാറികളുടെ പ്രവർത്തനത്തിന് ഈ ജൂൺ 30 വരെ അനുമതി ഉണ്ടായിരുന്നുള്ളെന്നും പിന്നീട് ഈ അനുമതി ഇല്ലായിരുന്നെന്നും ആ കാര്യങ്ങൾ വിവരാശപ്രകാരം ലഭിച്ചാണെന്നും കോന്നി പഞ്ചായത്തിന് അധികൃതരെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് അധികൃതർ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയും കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നതിലും അത്തരം നടപടി സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 ജീവനുകൾ അപകടത്തിലാകില്ലായിരുന്നു എന്ന തരത്തിൽ ഇന്നലെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കളക്ടർ എന്നാൽ കാര്യം നിഷേധിച്ചുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഇവിടെ അനുമതി ഉണ്ടായിരുന്നതാണ് കളക്ടറുടെ വാദം. ഇതിൻ്റെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ സ്വൈര്യ ജീവിതത്തിനും അവരുടെ സ്വത്തിനും ജീവനും സമ്പത്തിനുമാണ് ഈ ജീവനും സമ്പത്തിനും അപകടമാകുന്ന രീതി തരത്തിൽ തന്നെയാണ് കോറിയുടെ പ്രവർത്തനമെന്നാണ്. ആരെങ്കിലും ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്താൽ അവരെ ഭീഷണിപ്പെടുത്തുകയും വേണമെങ്കിൽ 30,000 രൂപ തരാം സെന്റിന് നിങ്ങൾ ഒഴിഞ്ഞു പോക്കാളാൻ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നാട്ടുകാരുടെ ആരോപണം. അത്തരം ഒരു കാര്യവും ഈ അപകടത്തിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളും പ്രതിഷേധങ്ങളും പുറത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെ ഇവിടെ പ്രവേശിച്ച നാട്ടുകാർ അത്തരത്തിലെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കോറിയുടെ മുൻഭാഗത്ത് കാണാം സെക്യൂരിറ്റി, മറ്റ് അനുബന്ധ ജീവനക്കാർ, മറ്റ് വലിയ കെട്ടിടങ്ങളൊക്കെ. പക്ഷേ ഇത്തരം ഒരു വലിയ കോറി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലിയെടുക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ശക്തമായി മഴ പെയ്യുന്നൊരു ഘട്ടം കൂടിയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഈ കോറിയിൽ അപകട സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് 2-3 വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഒന്ന്, ഈ കോറികളുടെ ഈ തൊഴിലാളികളുടെ അപകടം ഉണ്ടായിരുന്ന ഏറ്റവും ദാരുണമായ സംഭവം, അതിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്ന്. മറ്റൊന്ന്, ഇത്തരം മേഖലയിൽ തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഈ പാറ മുതലാളിമാർ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾ
കൃത്യമായി ഒരുക്കുന്നുണ്ടോ എന്നുള്ള സംശയം രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത്തരം ക്വാറികളുടെ പ്രവർത്തനം നിയമപരമാണോ, ഏതെങ്കിലും അല്ലെങ്കിൽ നിയമപരമായ ലൈസൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തനാനുമതി ഉണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തനം കൃത്യമായി നിയമം പാലിച്ചുകൊണ്ടാണോ അത് ആണോ എന്നുള്ള കാര്യത്തിൽ, ഇതല്ല നിയമത്തിൽ പഴുതുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുടെ കാര്യത്തെപ്പറ്റിയുള്ള സംശയം, ഇങ്ങനെ 3 വിഷയങ്ങൾ പ്രധാനമായി വരുന്നുണ്ട്. എന്നാലും ഇക്കാര്യത്തിലൊക്കെ ജനങ്ങൾ രോഷാകുലരാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം എത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുവരെയും മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ ഈ ക്വാറി ഉടമകൾ അനുവദിക്കുന്നില്ല. അത് സ്വാഭാവികമായും ജില്ലാ കളക്ടറിൻ്റെ ഉത്തരവ് തന്നെ ഉണ്ടായിരുന്നു. ഈ അപകട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരും പോലീസും രക്ഷാപ്രവർത്തനം മാത്രമേ എത്തിച്ചേരാവുന്ന കളക്ടറിൻ്റെ നിലവിലെ ഉത്തരവ്. അതിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്ന ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനം അവരനുവദിക്കുകയുള്ളൂ. അക്കാര്യത്തിൽ നമ്മൾ ക്വാറി ഉടമകളെ ഈ സെക്യൂരിറ്റിമാരെ നിലവിൽ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല എന്നതുകൂടി പറയേണ്ടതുണ്ട്.